എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വലിയ റിലവൻസി ഇല്ല എന്ന് തോന്നും, എന്നാൽ അത്യാവശ്യം റിലവൻസി ഉള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷമീർ, തൊപ്പി, ഫസ്മിന സാക്കിർ, സീക്രട്ട് ഏജൻറ്റ്, അതിൻ്റെ ഇടയ്ക്കൂടെ ലൈഫ് ഓഫ് അനന്തു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ തൊപ്പിയും ഷമീറും തമ്മിൽ അറഞ്ചാ പുറഞ്ചാ വഴക്കാകുന്നു. വഴക്കിനൊടുവിൽ ഷമീറും കൂട്ടരും സഞ്ചിയും പൊക്കി മുണ്ടും പൊക്കി കണ്ടമ്പഴി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. തൊപ്പിയെ എല്ലാവരും പുറകിൽ നിന്ന് കച്ച 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 കച്ചാന്ന് കുത്തുന്നതിൻ്റെ കാരണം യവൻ ഭയങ്കര സീനാണ്. യവന് ഭയങ്കര ഗുണ്ടാ പരിപാടികളും ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ്. ഇവനെ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് എല്ലാവരും ഓടി രക്ഷപ്പെടുന്നതും പിന്നെയും നിർത്തുന്നതും. അതിനകത്ത് ഈ ഷമീർ, മമ്മു, ജാസി മുതലായ സംഘങ്ങൾ അവകാശപ്പെടുന്ന സാധനം നമ്മളെ കൊണ്ട് ഇവിടെ പട്ടിപ്പണിയിക്കും. അവൻ്റെയൊക്കെ ഷഡ്ജം വരെ നമ്മളെ കൊണ്ട് കഴിയിക്കും. പക്ഷേ നമുക്ക് 5 നയ പൈസ തന്നിട്ടില്ല. പക്ഷെ 5 നയ പൈസ തരാഞ്ഞിട്ട് പോലും 1.5-2 വർഷം നമ്മൾ പുള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ലക്ഷങ്ങളും ആയിരങ്ങളും അവന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അവൻ നമുക്ക് ഉണ്ട മുഴുങ്ങിയതാണ് തന്നത്. ഇതാണ് പ്രശ്നം. ഇങ്ങനെ പുറത്തു പോയി ഇവന്മാർ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞപ്പോൾ തൊപ്പി വന്നിട്ട് ഈ ഷമീറും മമ്മുവും കൂടെ കട്ടിലിൽ കിടന്ന് ഫോണിൽ എന്തൊക്കെയോ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒരു പ്രത്യേകതരം കുണ്ടലീകേശി കുൽസിത പരിപാടികൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടാനിടയായി. ഈ സാധനം തൊപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അങ്ങനെ യവന്മാർ അതിഭീകരമായ വിവാദങ്ങളുണ്ടാക്കി. ഞങ്ങൾ കുണ്ടലീകേശി കുൽസിത പരിപാടി ചെയ്യുന്നവരല്ല. ഞാൻ കട്ടിലേ കിടന്നപ്പോൾ അമ്മ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പി അപ്പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം അങ്ങനെ ബാത്റൂമിൽ വേറെ ആളുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഷമീറിൻ്റെ സൈഡ് മനസ്സിലാക്കണം. ടോയ്ലറ്റിൽ വേറെ ആളുണ്ട്. ഇവിടെ മമ്മുവൊക്കെ ബെഡിൽ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഇവൻ്റെ വികാർ സഹിക്കാൻ പറ്റുന്നില്ല. ആയതിനാൽ ഈ വികാർ സഹിക്കാൻ പറ്റാതെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് എടുക്കുകയും ആ ഭാഗങ്ങളെ ചെറുതായിട്ടൊന്ന് സ്നേഹിക്കുകയും സ്പർശിക്കുകയൊക്കെ ചെയ്തു. തെറ്റാണോ? തെറ്റല്ല. അവൻ്റെ ശരീരഭാഗത്തെ തൊടുകയും സ്പർശിക്കുകയൊക്കെ ചെയ്ത് ഇവൻ മനസ്സിനും ശരീരത്തിനും കുളിർമ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്ത് മമ്മു എന്ത് ചെയ്തു? എന്നാൽ പിന്നെ അവൻ നമ്മുടെ കൂട്ടുകാരല്ലയോ, കുറച്ച് കുളിർമ ഞാനും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അവനും ആ ശരീരഭാഗങ്ങളിൽ ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു. ഇതാണ് പ്രശ്നം. അപ്പോൾ അന്ന് മുതൽ ഷമീർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ലഹരിക്കടിമയല്ല, ഞാൻ കുണ്ടലീകേശി കുൽസിത പരിപാടികൾ ചെയ്യുന്നവനല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡ്രഗ്സ് പരിപാടി ചീറ്റി. കാരണം ഇവൻ ലഹരി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അവൻ പോസിറ്റീവിനെ നെഗറ്റീവാക്കി എഡിറ്റ് ചെയ്തു. ഇവന്മാർ എഡിറ്റിങ് സ്ക്രിപ്റ്റിംഗാണ് ഇവന്മാരെ മെയിൻ പരിപാടി. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തു, സാധനങ്ങൾ പുറത്തേക്ക് വന്നു. സീക്രട്ട് ഏജൻറ്റ് പരിപാടികളെല്ലാം പൊളിച്ചു. അങ്ങനെ ഇരിക്കെ ലൈഫ് ഓഫ് അനന്തുവിന് ഇൻഡാസ് കൊടുത്തവൻ ഷമീർ സ്ട്രൈക്ക് കൊടുത്തിട്ട് അത് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യുകയും ലൈഫ് ഓഫ് അനന്ത് വന്നിട്ട് എടാ നീ കുണ്ടലികേശി കുണ്ടല പരിപാടി അടുക്കളയിൽ വെച്ച് ചെയ്തെന്ന് എനിക്കറിയാം, ഫസ്മിന എന്നോട് പറഞ്ഞു. ഈ സാധനം ഷമീർ വിശ്വസിച്ചില്ല. ഷമീർ എന്നെ ചെയ്ത് കിക്കിനകത്ത് ലൈവ്, യവന്മാർ കിക്കിനകത്താണ് ഇവരുടെ മെയിൻ പരിപാടി. കിക്ക് എന്ന് പറയുന്നൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. കിക്കിനകത്ത് വന്നിട്ട് ലൈഫ് ഓഫ് അനന്തുവിനെ എടാ റോക്കറ്റേ എന്നൊക്കെ വിളിച്ചു. സ്വാഭാവികമായിട്ടും ലൈഫ് ഓഫ് അനന്തിന് പൊള്ളി. ലൈഫ് ഓഫ് അനന്ത് തന്നെ ചെയ്തു, ഈ ഫസ്മിന പറയുന്നൊരു വോയിസ് അങ്ങോട്ട് റിലീസ് ചെയ്തു. ഈ വോയിസിനകത്ത് എന്താ പറയുന്നത്? തൊപ്പിയും ഷമീറും അടുക്കളയുടെ കഥ കടച്ചിട്ട് ഇരുട്ടിൻ്റെ മറവിൽ ഇരുട്ടുവാക്കിൽ വെച്ച് ഇതേ കുണ്ടലികേശി കുൽസിത പരിപാടികൾ ചെയ്യുന്നത് ഫസ്മിന കണ്ണാലെ കണ്ടു എന്നാണ് പറയുന്നത്. ഈ ഫസ്മിന ആരാ? തൊപ്പിയുടെ, അതായത് നിഹാദ്. ഇപ്പം തൊപ്പി പോയല്ലോ, നിഹാദ്. ഇപ്പം നേരത്തെ ഫ്രോഡ് തൊപ്പി, ഇപ്പം മാന്യനായ നിഹാദ്, വലിയേട്ട നിഹാദിൻ്റെ കാമുകിയായിരുന്ന സമയത്ത് ഈ പെണ്ണ് കാണുകയാണ് തൻ്റെ കാമുകൻ്റെ സുഹൃത്തും കൂടെ വസ്ത്രരഹിതരായിട്ട് എന്തൊക്കെയോ നമ്മൾ മുമ്പേ പറഞ്ഞ് ശരീരത്തിനെയും മനസ്സിനെയും പുളകാൻ കൊള്ളിക്കുന്ന ചില പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാധനം അനന്തു എടുത്ത് പുറത്തോട്ടിട്ടു. കാരണം ഷമീർ വന്നിട്ട് അനന്തുവിനെ ഒരു വൃത്തിയോടൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കപ്പോൾ ആദ്യം ഫസ്മിനയുടെ വോയിസ് കേട്ടു തുടങ്ങാം. ഫസ്മിനയുടെ വോയിസ് വരുമ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കേട്ടോ. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാണണേ. കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പി ബൈസെക്ഷൽ. ഈ എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ലേ ഷിബിലി തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുള്ള കാര്യമോ? കാമുകി തന്നെ സാധനം എഴുതി ഒപ്പിട്ട് സീലടിച്ച് വിട്ടു. തൊപ്പി എന്ന് പറയുന്നവൻ ബൈസെക്ഷലാണ്. അവൻ കുണ്ടലികേശി കുൽസിത പരിപാടികളിൽ ഏർപ്പെടുന്നവനാണ്. ഈ ഫസ്മിനയുടെ കാര്യത്തിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. കാരണം വളരെ സ്നേഹിച്ച് ആശിച്ച് ഒരുത്തിനെ പ്രേമിക്കും. ഈ പ്രേമിക്കുന്നവൻ ലോകോത്തര ഫ്രോഡായിരിക്കും.
ആദ്യത്തെ തേപ്പ് കിട്ടി. രണ്ടാമത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാന്യനെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരു തന്നെ പ്രണയിച്ചു. അവനെക്കാട്ടിലും വലിയ പ്രശ്നമായിരുന്നു യവൻ മറ്റവൻ ആണിൻ്റെയും കൂടെ പോയി, പെണ്ണിൻ്റെയും കൂടെ പോയി. യവൻ എവിടൊക്കെ പെണ്ണുണ്ടോ എല്ലാ പെണ്ണിൻ്റെയും കൂടെ പോയി. പെണ്ണിൻ്റെ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഓടിപ്പോയി, പേ പിടിച്ചവർ ഓടിപ്പോയി കളയും. ഇതാണ് ലല്ലു. അപ്പോൾ ഇതാണ് ഫസ്മിനയുടെ അവസ്ഥ. ഫസ്മിൻ ഇപ്പോൾ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്നൊക്കെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നു. നമ്മളതിനെക്കുറിച്ച് കമൻറ്റുകൾ പറയുന്നില്ല. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഞാൻ പുള്ളീനെ ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം പുള്ളീനെ ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ ആ പെണ്ണിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. തൻ്റെ കാമ്പ് മറ്റൊരുത്തനുമായിട്ട് ആണുമായിട്ട് ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പുള്ളിക്കാരി നേരിട്ട് കാണുകയാണ്. ആ വീട്ടിൽ താമസിക്കുമ്പോൾ പുള്ളിക്കാരി തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. അതിന് അവന്മാർ പറഞ്ഞ സാധനം എന്നറിയോ, അത് ചില പല ലഹരികൾ അടിക്കുമ്പോൾ ലഹരിയുടെ ഉന്മാദത്തിൽ സംഭവിച്ചു പോകുന്നതാണെന്നും പറഞ്ഞിട്ട് ഫസ്മിനോട് ക്ഷമ ചോദിച്ചു. ഉന്മാദം കേൾക്കാം. പാതിരാത്രി കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഉറങ്ങി കിടക്കുമ്പോൾ ഇവര് കിച്ചണില് ഞാൻ ആ ഇതിൽ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളല്ലാണ്ടായി പോകും. അങ്ങനെ അല്ലാണ്ടായി പോവെങ്കിൽ നീ എന്തിനാണ് ആ സാധനം ഇത്ര കഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോഴത്തേനും അറിയാണ്ട് പറ്റിപ്പോകുന്നതാണ്. അപ്പം നീയൊക്കെ ഈ ലഹരി ഉപയോഗിച്ച് നിൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ നീ നിൻ്റെ പറയുന്നില്ല, നിങ്ങൾ പൂരിപ്പിച്ചെടുത്തോ. അപ്പോൾ അത്രയ്ക്ക് പ്രശ്നമുള്ള സാധനം നീ എന്തിനാ ഉപയോഗിക്കാൻ നിൽക്കുന്നേ? എന്നിട്ട് ഇവൻ്റെയൊക്കെ മാന്യം കളി. ഇതുപോലെ മര്യാദ രാമനില്ലെന്നുള്ള രീതിയിലാണ് ഇവൻ്റെയൊക്കെ ആക്ടിങ്. ഇവർക്ക് സ്ട്രീമിംഗ് ഒന്നുമല്ല, ഇവനൊക്കെ ഓസ്കാർ വിന്നിങ് ആക്ടിങ്ങിന് വിടണം. എന്നിട്ട് ഇവരൊക്കെ അഭിനയം കണ്ടു കഴിഞ്ഞോണ്ടല്ലോ എൻ്റെ പൊന്നടാവേ മാറി നിൽക്കും. നാഷണൽ അവാർഡ് വിന്നറും ഓസ്കാർ ജേതാവും മാറി നിൽക്കും. അമ്മാതിരി അഭിനയമാണ്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇത്തരം ലഹരികൾ അടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരനെ വേണോ എന്നൊന്നും അറിയത്തില്ല. ആരെ കിട്ടിയാലും അവരെ പണ്ണി വിടല്ല എന്നൊരു മൈൻഡാണെന്നാണ് ഇവന്മാരിവിടെ പറയുന്നത്. ഇതിനുശേഷം ലൈഫ് ഓഫ് അനന്ത് പറഞ്ഞു, ഈ സാധനം ഫസ്മിനെ അല്ല പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു കുറേ തെളിവുകളുമായി വരുമെന്ന് പറഞ്ഞു. ഫസ്മിനാണെങ്കിൽ ഈ കോൺട്രവേഴ്സിയിൽ നിൽക്കാൻ നിന്നാണ് തൊപ്പിയായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞ് അന്ന് മുതൽ ഈ തൊപ്പിക്കെതിരെ യാതൊരു തരത്തിലുള്ള കമൻറ്റുകളും ഫസ്മിനെ ഒരിടത്തും അടിച്ചിട്ടില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. തൊപ്പിയും ഫസ്മിനെയും തമ്മിൽ ഇതേപോലെ പുളകം കൊള്ളിക്കുന്ന എന്തോ സാധനം ഷമീറിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടത്രേ എന്നൊരു കിംവദന്തി കേൾക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ കേട്ടറിവിനെക്കാട്ടിലും വലുതാണല്ലോ മുരുകൻ എന്ന സത്യം. അതിന് മുരുകനാണോ അതോ വേറെ എന്തെങ്കിലും മുരിങ്ങക്കോലാണോ എന്നറിയത്തില്ല. അതിൽ ഫസ്മിന ഇപ്പോൾ ഇതിനെതിരെ സംസാരിച്ച് തുറന്നു പറഞ്ഞു. നമുക്ക് ഫസ്മിന പറയുന്നതെന്ന് കേൾക്കാം. എന്ന് പറയുന്നത് പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കള്ളങ്ങൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വോയിസ് കള്ളമെന്നേ ഒരിക്കലും എവിടെയും പറയത്തില്ല, ഞാൻ ഇനിയും പറയത്തില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു, ഇറ്റ് ഈസ് മൈ ഓൺ വോയിസ്. ഞാൻ തന്നെ സംസാരിച്ച കാര്യമാണ്. എൻ്റെ കൺസെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ അത് പുറത്ത് വന്നു, ദാറ്റ് ഈസ് ഓക്കെ. സോ ഞാനതൊരിക്കലും എവിടെയും മാറ്റി പറയത്തില്ല. ആൻഡ് ഇത് ഫസ്റ്റ് തന്നെ സായി ഇട്ടായിരുന്നു. സായി ഫസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല, ബിക്കോസ് സായിൽ വോയിസ് ഒന്നും ഇട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു പോട്ടെ, ഇതിൽ ഇടപെടണ്ട. ആൻഡ് ഓൾസോ ഷമീറിൻ്റെ ഇത് സംസാരിച്ചപ്പോഴും ഷമീറിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, മറിച്ചാണ് ഷമീർ. അവൻ്റെയൊക്കെ പെങ്ങളെ സമ്മതിക്കണം. എന്ത് വിശ്വസിച്ചാണ് നീ എന്തിനാ ഗൾഫിൽ പോയേ? എന്താ നിന്റെ വീട്ടിൽ കയറ്റാത്തത്? ഇതൊക്കെ ഓർക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ ചില ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് ചില കുരുന്ന് പിള്ളേർ ചൊപ്പി ചെമീർ എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാൽ ഇവന്മാരൊക്കെ കാണിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? സൊസൈറ്റിക്ക് എന്ത് തരം റോങ് മെസ്സേജസ് ആണ് ഇവന്മാർ കൊടുക്കുന്നത്? മനുഷ്യന്മാരാണ്, എല്ലാവരും തെറ്റുകൾ ചെയ്യും. ഇപ്പോൾ ആരും വലിയ പുണ്യാളനോ പുണ്യാത്മാവോ ഹരിചന്ദ്രനോ ഒന്നുമല്ല, എല്ലാവരും തെറ്റുകൾ ചെയ്യും. പക്ഷെ ആ തെറ്റുകൾ ചെയ്തിട്ട് അതിനെ മറയ്ക്കാൻ മറ്റൊരു കള്ളം വെച്ചിട്ട് അതിന് മെഡിക്കൽ ഡോക്യുമെൻ്റ് വരെ ഫോർജറി ചെയ്ത് ഏതൊക്കെ ലെവൽ ഉടായിപ്പാണ് ഇവന്മാർ കാണിക്കുന്നത്. ഇവനെയൊക്കെ ഫസ്റ്റ് പിടിച്ച് അകത്തിടണം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവന്മാരൊക്കെ എന്തെങ്കിലും കാണിക്കും. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയത് എത്ര ഇൻഫ്ലുവൻസേഴ്സ് അകത്ത് പോയി, എത്ര ഇൻഫ്ലുവൻസേഴ്സ് ലഹരി പരമായിട്ടുള്ള സാധനത്തിന് പിടിച്ച്. ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ പോലീസ് വട്ടം വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ തല തന്നെ അങ്ങ് പൊട്ടിച്ച്. യവന്മാരൊക്കെ എന്ത് കാണിക്കുന്നത്? എന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുക. എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? യവന്മാർ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് അങ്ങ് വളരും, ഇൻഫ്ലുവൻസറായിട്ട് മാറും. ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ലഹരികൾ വിൽക്കുന്നു, മറ്റ് ബിസിനസ്സുകൾ തുടങ്ങി. ആ ബിസിനസ്സിൻ്റെ മറവിൽ സ്ത്രീകളെ ചെയ്യുന്നു. ഇപ്പം സ്ത്രീകളൊന്നുമില്ല, പുരുഷന്മാരെ കിട്ടിയാലും മതി ഇവന്മാർക്ക്.
അപ്പോൾ അമ്മമാരാണ് ഇൻഫ്ലുവൻസേഴ്സ്. കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇൻവോൾവേ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. രണ്ടാമതാണ് ഇതൊരു വീഡിയോ ഇട്ടു, അതിലെൻ്റെ വോയിസ് ഇല്ലാണ്ട് ഞാനിങ്ങനെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴും എൻ്റെ കമൻസിൽ വന്നിട്ട് കുറേ പേര് പറഞ്ഞു അടുക്കളയിൽ എന്തായിരുന്നു പരിപാടി, അത് ഇതൊന്ന് കമൻസ് വന്നിട്ട് ഞാൻ മൈൻഡ് ആക്കാണ്ടിരുന്നു. പക്ഷേ ഇത് മൂന്നാമത് എൻ്റെ വോയിസ് വന്നുകൊണ്ടാണ് ഞാൻ ഒഫീഷ്യലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ആളല്ല. ഓക്കെ, ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ആളല്ല, ലല്ലുവിൻ്റെ വിഷയത്തിൽ മാത്രമേ ഫസ്മിനെ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫസ്മിനെ പറഞ്ഞത് ഫസ്മിനെ വെരിഫൈ ചെയ്തു ഉള്ളയാ ഉമ്മാര് പരിപാടിയാ. ബെഡ്റൂമിൽ ഇഷ്ടം പോലെ നല്ല കുതിച്ചു പൊങ്ങുന്ന മെത്ത ഉണ്ടായിട്ട് ഇവന്മാർ അതാണ് ഇവന്മാരുടെ ഡെഡിക്കേഷൻ. കള്ളല്ലല്ലോ, കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പോയിട്ടാണെങ്കിലും അവന്മാർ ചെയ്യുന്ന നമ്മുടെ ഡെഡിക്കേഷൻ കണ്ടോ. ഇത്രയും കട്ടിലും ഒക്കെ അവിടെ കടന്നിട്ട് അവന്മാർ അടുക്കളയിൽ പോയിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് നാളെ പാചകം ചെയ്ത് തിന്നും. നല്ലതാണ്. ഒറിജിനലായിട്ട് നിന്നാൽ പോരെ. അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി ആരും വിശ്വസിക്കാണ്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. അതെ, അത് കറക്റ്റ് ആട്ടോ. ഒരു സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെയും നമ്മൾ വിശ്വസിച്ചൊന്നും ചെയ്യരുത്. ചില ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ബെറ്റിംഗ് ആപ്പ് ഇതാ പുഴുങ്ങി തന്നിരിക്കുന്നു, നിങ്ങൾ ഇതിനകത്ത് പൈസ ഇടൂ, ലക്ഷങ്ങൾ സമ്പാദിക്കൂ, എനിക്ക് കിട്ടി, ഞാൻ ഫ്ലാറ്റ് മേടിച്ചു, ഞാൻ ഗോവയിൽ പോയി, ഞാൻ ഷോപ്പിംഗ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യും. അപ്പം അതൊന്നും വിശ്വസിക്കില്ല. കുറച്ച് നാൾ ഗർസോപ്പായിരുന്നു, കുറച്ച് നാൾ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിരുന്നു, ഇതുപോലെ പല സാധനങ്ങൾ. ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും സാധാരണക്കാരായാലും ഇവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടത് പണമാണ്. ഇവരുടെ ആവശ്യത്തിലധികമുള്ളതും പണമാണ്, നമ്മുടെ ഇല്ലാത്തതും പണമാണ്. പണമില്ലാത്ത നമ്മൾ പണമുള്ള ഇവരുടെ വീഡിയോ കാണും, അപ്പോൾ ഇവർക്ക് കൂടുതൽ പണം കിട്ടും. ആ പണം കിട്ടുമ്പോഴത്തേനും ഈ ചില ഇൻഫ്ലുവൻസേഴ്സിന് ഒരു പ്രത്യേക അഹങ്കാരം വരും. എൻ്റെ കാശുണ്ട്, ഇനി എന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള സാധനം. എന്നാൽ ഇവരുടെ കാഴ്ചക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന വ്യൂവേഴ്സിനെ കൊണ്ടിട്ടാണ് വളർന്നതെന്നൊരു സാധനമില്ല. ബാക്കി പറ. ഇൻഫ്ലുവൻസേഴ്സിനെ ടാഗ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഒരിക്കലും ഇതൊന്നും കണ്ട് വളരരുത്. ലോട്ട് ഓഫ് വുമൻസ് ഹസ്ബൻഡിനെ എക്സ്പോസ് ചെയ്തോലെ ഹസ്ബൻഡിനെ എനിക്ക് എക്സ്പോസ് ചെയ്യണം. നോ, ഡോണ്ട് ഡു ദാറ്റ്. അത് കണ്ട് ഒരിക്കലും നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത്. അത് ഫസ്മിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. കാരണം ഫസ്മിനെ ചെയ്തൊരു മെസ്സേജ് അല്ലെങ്കിൽ ഫസ്മിനെ ചെയ്തൊരു സാധനം അത് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യരുത് എന്ന് ഫസ്മിന് പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ചതിച്ചു, ഭർത്താവുമായിട്ടൊരു പ്രശ്നമുണ്ട് എന്നുള്ള പക്ഷത്തിൽ, അല്ലെങ്കിൽ ഭാര്യ നിങ്ങളെ ചതിച്ചു, ഭാര്യയായിട്ട് നിങ്ങൾ പ്രശ്നമുണ്ടെന്നുള്ള സാഹചര്യത്തിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യുക, പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവുക, ഡിവോഴ്സ് മേടിച്ചിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുക. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ ചെരുപ്പൂരി അടിക്കുന്ന പോലെ ഈ സാധനം മാറും. ഇപ്പോൾ ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിൻ്റെ വിഹിതം പൊക്കി, ഭാര്യയുടെ വിഹിതം പൊക്കി. ആ ഒരു മൊമെൻറ്റിൽ ചിന്തിക്കുന്നത് നമ്മളെ കിടിലവാ, അവനെ അങ്ങ് നാണം കെടുത്ത് വിട്ടു എന്ന സാധനമായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ഫ്യൂച്ചറിലേക്ക് ഒരു വലിയ പ്രശ്നമായി മാറും. ഏതൊരു പ്രശ്നം വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ മറ്റ് വിഷയങ്ങളെപ്പോലെ അല്ല, കുടുംബ പ്രശ്നങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇത് കാലം നമ്മുടെ കുടുംബത്തിനെ വേട്ടയാടും. ഫോർ എക്സാമ്പിൾ അഹാന കൃഷ്ണ, സിന്ധു കൃഷ്ണ, തൻവി, ഇവരുടെയൊക്കെ പ്രശ്നം ഇനി എത്ര കാലങ്ങൾ കഴിഞ്ഞാലും പറയും, അമ്മ ഇറക്കി വിട്ടവരല്ലേ, അമ്മയെ നോക്കാത്തവരല്ലേ എന്ന് പറയും. അവർ നോക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ആവും. സോ സോഷ്യൽ മീഡിയയിൽ വിളമ്പേണ്ട സാധനങ്ങൾ മാത്രം വിളമ്പുക. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം കേട്ടോ. എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇത്രയും സൈബർ ബുള്ളിങ് ഏറ്റെടുത്തിട്ടും ഞാൻ എവിടെയും വന്ന് എൻ്റെ എക്സിനെ പറ്റി പറയാണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒമേഗൾ റെക്കോർഡിങ് ചെയ്ത സമയത്ത് ഒരു ചെക്കൻ എന്നെ കണ്ടു പറഞ്ഞ് പറഞ്ഞു, ഇത് തൊപ്പീനെ മറ്റേ വെച്ചവളല്ലേ, എടിവേ ഇങ്ങനത്തെ പറഞ്ഞു. ഹി മസ്റ്റ് ബി 17 or 16. അതിൻ്റെ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ട്. 17 or 16. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറാട്ടണ്ണൻ ഉണ്ടല്ലോ, ആറാട്ടണ്ണനെ ഏതോ ഒരുത്തൻ വിളിച്ചിട്ട് ഹലോ ആറാട്ടണ്ണനാണോ, അണ്ണൻ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആറാട്ടണ്ണൻ ഞാൻ ന്യൂഡായിട്ട് നിൽക്കുകയാണ്, ഞാൻ ഒറ്റ ഡ്രസ്സില്ല എൻ്റെ ശരീരത്തിൽ എന്ന് ആറാട്ടണ്ണൻ പറയുന്നു. ഈ പയ്യനോ പെണ്ണോ ഇവരിവിടുന്ന് വീണ്ടും ആണോ വീഡിയോ കോൾ ഒന്നും ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ആറാട്ടണ്ണൻ അന്നേരം ഇല്ല വീഡിയോ കോൾ പറ്റില്ല, നിങ്ങൾ വീഡിയോ കോൾ ഓൺ ചെയ്യൂ എന്നൊക്കെ പറയുന്നു. ഈ സാധനം ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തു. കാരണം ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പെണ്ണാണെന്ന് ഉദ്ദേശിച്ചോ അയാളുടെ പ്രൈവസി മാനിച്ചോ സംസാരിക്കുന്ന സാധനങ്ങളാണത്. പക്ഷേ അപ്പുറത്തുള്ള ആൾ ഇയാളുടെ നഗ്നത പകർത്തി സോഷ്യൽ മീഡിയയിലിട്ട് റീച്ച് ഉണ്ടാക്കാനാണ് ചെയ്തത്. ഞാൻ ഈ സാധനം റിലീസ് ചെയ്തു, ഞാനിത് റിയാക്ട് ചെയ്തപ്പോഴത്തേനും ആ വീഡിയോ, അത് മീൻസ് ഒറിജിനൽ വീഡിയോ ഡിലീറ്റായി. അതിനുശേഷം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തു, ബ്രോ അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്, ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യുമോയെന്ന്. ഞാൻ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് കൊടുത്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്, അവനെ ചെരുപ്പൂരി അടിക്കണം. അവൻ വേറൊരുത്തനെ വിളിച്ചിട്ട് അവനോട്
സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടാക്കണം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റൊരുത്തിൻ്റെ ശരീരഭാഗങ്ങൾ കാണിക്കാനും, അതായത് ഈ സാധനം സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാനും വേണ്ടി ഇവിടെ നോക്കുന്നത്. എൻ്റെയൊക്കെ 8ാം ക്ലാസ്സിൽ പഴവേതാ പുഴുവേതാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴൊക്കെ 5ാം ക്ലാസ്സിലുള്ളവന്മാരെ ഞാൻ അടുത്തൊന്ന് നടക്കുക. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് റെക്കോർഡിങ്. അതിവിടെ കൊടുക്കുന്നില്ല ബിക്കോസ് ഈസ് എ മൈനർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ കാണുന്ന ഒരു ഇമേജ്. എൻ്റെ അപ്പോൾ ആൾക്കാരെ കാണുന്ന ഒരു ഇമേജ് ഇങ്ങനെയാണ്. ബേസിക്കലി ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊന്നും പുണ്യാത്മാക്കളല്ല എന്ന് പല ആൾക്കാരും മനസ്സിലാക്കേണ്ട സമയം കടന്നുപോയി. എല്ലാ മനുഷ്യനിലും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തും കാണും, ഒത്തിരി പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. പക്ഷെ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് ആരാധിക്കുകയും ഇവരിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുകയും ഇവർ പറയുന്ന എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ഇവർ പറഞ്ഞെന്നും പറഞ്ഞ് പോയി തെറി വിളിക്കുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും യവന്മാർ കൊടുക്കുന്നത് പട്ടി വിലയായിരിക്കും. ഓക്കെ, അന്ന് ഈ ഷമീർ പോയി ഡ്രഗ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് യവന്മാരെന്നാ ചെയ്ത് ബസ്സിൽ കുറേ കൊച്ചു പിള്ളേരെ കണ്ടു. എന്നും പറഞ്ഞുകൊണ്ട് കുറേ കീപ്പിരി പിള്ളേർ കിടന്ന് അലർന്ന് കേട്ടു. യവന്മാർക്കൊക്കെ ഇവന്മാർ കൺകണ്ട ദൈവങ്ങളാണ്. നാളെ ഒരു സമയത്ത് ഇവൻ വന്ന് ലഹരി അടിച്ചു, നമ്മുടെ അണ്ണൻ ലഹരി അടിച്ചു, നമുക്ക് പഠിക്കാം. ഇവൻ ഇവന്മാരുടെയൊക്കെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മറ്റേ ഒമേഗളോ എന്താണ്ട് സാധനത്തിൽ മറ്റ് പെണ്ണുങ്ങളെ കണ്ടിട്ട് സെക്ഷുവലി കളേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ സംസാരിക്കുക. ഇതൊക്കെയാണ് ഇവന്മാർ ഭയങ്കര പത്രാസായിട്ട് കാണുന്നത്. എന്നിട്ട് ഇവന് ബാക്കിയുള്ളവരെയൊക്കെ പട്ടിപ്പൂച്ച. ഈ ഷമീർ എന്ന് പറയുന്നവനെ ഇവന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ എൻ്റെ മെസ്സേജ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സ്വാഭാവികം, നമ്മൾ സീക്രട്ട് ഏജൻ്റ് ഒന്നും അല്ലല്ലോ. സോ നമ്മുടെ മെസ്സേജ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് ഇവൻ പറയുന്നത് ഈ റിയാക്ട് ചെയ്യുന്നവരുടെ കണ്ടന്റ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യുന്നുണ്ടല്ലോ. നീയൊക്കെ സ്വന്തമായിട്ട് എന്ത് കണ്ടന്റ് ചെയ്തെന്നാണ് പറയുന്നത്? നീ ഇതുപോലെ തന്നെ വല്ലവനും ഇട്ട പാട്ട് ആദ്യം സീൻ മോനെ സീൻ മോനെ എന്ന് പറയും. അന്നേരം നീ ഒരു എൻട്രോ കൊടുക്കും. നിൻ്റെ കണ്ടൻ്റാണോ അത്? എന്നിട്ട് ഡിസ്കോട്ടിൽ വല്ലവന്മാരും ഇട്ട സാധനം എടുത്ത് റിയാക്ട് ചെയ്യും. നിൻ്റെ കണ്ടൻ്റാണോ അത്? എന്നിട്ട് സ്പിന്നർ കറക്കിയിട്ട് ഷെഡിപ്പുറത്തിട്ട് ഡാൻസ് കളിക്കും. അതാണോ നീ ഉണ്ടാക്കിയ മാസ്മരിക കണ്ടൻറ്റ്? നമ്മൾ മറ്റുള്ളവരിലേക്കൊരു സാധനം കൊടുക്കുമ്പോൾ അതിന് ഒരു മര്യാദ വേണം, ഒരു മാന്യത വേണം. ഒരു മര്യാദക്കൊക്കെ ചെയ്യേണ്ട പൊന്നനിയ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. പല തരത്തിലുള്ള സാധനങ്ങളും. ഈ സാധനം വിൽക്കുന്നവനുണ്ടല്ല, അവൻ ഈ സാധനം ഉപയോഗിക്കുന്നവനായിരിക്കും, ഉപയോഗിക്കാത്തവനായിരിക്കും. അവൻ ഇത് നിങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കണം, എന്നാലേ അവന് പൈസ കിട്ടും. ഇത് ഇല്ലീഗലാണ്. ആയതിനാൽ തന്നെ ഇതിന് കിട്ടുന്ന ലാഭം വളരെ വലുതായിരിക്കും. അവന് കച്ചവടം കിട്ടാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് ഇവനൊക്കെ നിന്നെ കാണുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പലതരത്തിലുള്ള മാർക്കറ്റിങ്ങും ഫെയിമും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ കാശുണ്ടാക്കാനായിട്ട് ഈ ഫോളോവേഴ്സായിട്ടുള്ളവരെ പച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടി ഒത്തിരി പേരും ചെയ്യുന്നുണ്ട്. ഇവന്മാരെയൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഈ ഷമീർ എന്ന് പറയുന്നവൻ ലഹരി ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യം ടെസ്റ്റ് ചെയ്തു, മുങ്ങി. രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തു, കാണിച്ചപ്പോഴത്തേനും ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളവർ ഇവൻ നെഗറ്റീവാക്കി. പച്ചല പോസിറ്റീവ് ആയിരുന്നു, അത് ഇവൻ നെഗറ്റീവാക്കി എഡിറ്റ് ചെയ്തു. അതിനുശേഷം നീ അത് ഒറിജിനൽ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തിട്ട് ലൈവായിട്ട് കാണിച്ചിട്ട് ഞാൻ ഭയങ്കര മാന്യൻ, മോട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോട്ടിക്കരുത്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? നീയൊക്കെ എന്ത് ഗേ ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത്. എന്നിട്ട് നമ്മൾ ഭയങ്കര മര്യാദ രാമനായിട്ട് കളിക്കുകയും ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവന്മാരൊക്കെ പട്ടിപ്പൂച്ച. നീയൊക്കെ ആ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് നീയൊക്കെ ചെയ്ത കാര്യങ്ങൾ ആ കണ്ണാടി നോക്കി പറയണം. അപ്പോൾ ആ കണ്ണാടി നിൻ്റെയൊക്കെ മുഖത്ത് ആട്ടിത്തുപ്പി വിടും. ഓക്കെ, ഇപ്പോൾ ഈ ഫസ്മിന ഐ എക്സ്പോസ് പീപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. ഫസ്മിനയുടെ അനക്കം പോലുമില്ല. ഹക്കീം എന്ന് പറയുന്ന ഒരുത്തൻ നാട്ടുകാരുടെ എല്ലാം കുൽസിതങ്ങളും ലഹരി മാഫിയക്കെതിരെ സംസാരിച്ച അവനും അത് തന്നെ. എല്ലാണോ ഇത് തന്നെ. ബേസിക്കായിട്ട് നിങ്ങൾ കാണുന്ന ഒരാൾ അയാളുടെ ആ കാണുന്ന കണ്ടൻറ്റിൽ മാത്രം നിങ്ങൾ നോക്കുക. അല്ലാതെ അവൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കൂതറായിരിക്കും. ഇവൻ അവതരിപ്പിക്കുന്നവനെക്കാട്ടിലും കൂതറായിരിക്കും അവൻ്റെ റിയൽ ലൈഫിലുള്ള സാധനം. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ചിലരെ കുറിച്ച് മാത്രമേ പറഞ്ഞ്. ഇത് കണ്ടപ്പോൾ ഈ ലഹരിക്കൊക്കെ എതിരെ സംസാരിക്കണമെന്നൊന്നും, ഞാൻ ലഹരി അടിക്കുന്നൊന്നുമില്ല. ഞാൻ മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ചെയ്യുന്നൊരുത്തനല്ല. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുക കേട്ടോ, ഈ വിഷയത്തിൽ വിശ്വസിക്കുക. ഇതൊന്നും ഞാൻ അടിക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ അറിയപ്പെടുത്തും. മറ്റൊരു